ഹലോ ഹായ് നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഓർമ്മയിലെ പൊന്നോണത്തിലേക്ക് സ്നേഹനിർഭരമായ സ്വാഗതം. എല്ലാവരും ഓണത്തിൻ്റെ ആ ഒരു തിരക്കിലാണെന്ന് എനിക്കറിയാം. എങ്കിലും കുറച്ച് സമയം ഈ ഓണവിശേഷങ്ങളൊക്കെ അറിയാൻ നിങ്ങൾക്ക് സമയമുണ്ടാവും. ഇന്ന് വളരെ വിശിഷ്ടയായ ഒരു അതിഥിയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഞാൻ ഏറെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു അതുല്യ പ്രതിഭയാണ്. ശബ്ദം കൊണ്ട് നമ്മളെയൊക്കെ വിസ്മയിപ്പിച്ച ഒരു ഗായിക. ചുരുക്കം പാട്ടുകളെ പാടിയിട്ടുള്ളെങ്കിൽ കൂടിയും ജനഹൃദയങ്ങളിൽ ചിരപ്രതീക്ഷ നേടിയ ഒരു അനശ്വര ഗായികയാണ്. അതും എടുത്തു പറയുമ്പോൾ പാരമ്പര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് തായ്വഴികളുള്ള ഒരു ഗായികയാണ്. അപ്പൂപ്പൻ പ്രശസ്തനായ കവിയാണ്. ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് ഒരു ആമുഖത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെയൊക്കെ പ്രിയങ്കരിയായ അപർണ രാജീവ്. നമുക്ക് സ്നേഹാദരപൂർവ്വം അപർണ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം അപർണ. നമസ്കാരം അനീഷ്, താങ്ക് യു. ഞാൻ ആമുഖത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാലമായിട്ട് ഞാൻ ആ മെയ്കൾ സാക്ഷി എന്നൊരു പാട്ടാണ് ഞാൻ കൂടുതലായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നത്. ആ ഒരു പാട്ടോടുകൂടി ഞാൻ ഒരുപാട് കാണണമെന്ന് ആഗ്രഹിച്ച ഒരു ഗായികയാണ്. സന്തോഷം കേൾക്കുമ്പോൾ. ഈ ഓണമാണ്, എന്താണ് ഓണത്തിന്റെ പുതിയ വിശേഷങ്ങളൊക്കെ? ഓണത്തിന് പ്രോഗ്രാംസും അങ്ങനെയൊക്കെ ആയി വരുന്നു. ഞങ്ങൾക്ക് പാട്ടുകാർക്ക് അതാണല്ലോ വിശേഷം എന്ന് പറഞ്ഞാൽ. 2 വർഷക്കാലം കോവിഡിന്റെ ആ ഒരു ഇതിലൊന്നും പരിപാടികളൊക്കെ വളരെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഇപ്പം ഇങ്ങനെ പതുക്കെ തുടങ്ങി വരുമ്പോൾ ഒരു സന്തോഷം. അപർണയെ സംബന്ധിച്ച് ഓണം എന്ന് പറയുന്നത് ഓർക്കുമ്പോൾ ഒരുപാട് നിറങ്ങളുള്ള ഓണമായിരുന്നു. അപ്പൂപ്പനുള്ള കാലം അല്ലേ, ഒലിക്കുറുപ്പ് സാറുള്ള കാലത്തൊക്കെ വളരെ എന്താ പറയുക ആഡംബരപൂർവ്വം ഓണം ആഘോഷിച്ചിരുന്ന ഒരു കാലമായിരുന്നു. കുട്ടിക്കാലത്തൊക്കെ ഓണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരുവനന്തപുരത്ത് അങ്ങനെ ആഘോഷിക്കുന്നത് വളരെ കുറവാണ്. കാരണം ഞങ്ങളുടെ ആരുടെയും നാട് ഇവിടെ തിരുവനന്തപുരം അല്ല. അപ്പം മുത്തശ്ശൻ്റെ ആണെങ്കിൽ കൊല്ലാണ്, അല്ലാതെ അച്ഛമ്മയുടെ ഷൊർണൂരാണ്. അച്ഛൻ്റെ നാട് ഷൊർണൂരാണ്, അമ്മയുടെ എറണാകുളമാണ്. അപ്പോൾ ഈ ഓണക്കാലം ഞങ്ങളെല്ലാവരും കുറച്ച് നാൾ ഞാൻ എറണാകുളത്തും കുറച്ച് ഷൊർണൂരും അങ്ങനെ 2 സ്ഥലത്തായിട്ടാണ് ഓണം. അപ്പോൾ പൂക്കളം ഇട്ട് കസിൻസ് എല്ലാവരും കൂടിയുള്ള ഊഞ്ഞാലും എല്ലാം അങ്ങനെ ഒരു നല്ല രസമുള്ള ആഘോഷം. അതെ 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 അതെ. പ്രത്യേകിച്ച് ഷൊർണൂരൊക്കെ അച്ഛമ്മയുടെ തറവാട്ടിലൊക്കെ അച്ഛൻ്റെ അവിടെയൊക്കെ വലിയ മുറ്റാണ്, പഴയ തറവാടാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ കസിൻസ് വന്ന് അപ്പോൾ വലിയ എന്താ പറയുക പൂക്കളൊക്കെ നമ്മൾ തൊടിയെന്നൊക്കെ പറിച്ച് അങ്ങനെ ഒരു വളരെ നല്ല രസമാണ്. അപ്പൂപ്പനോടൊപ്പമുള്ള ഓണം എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ എങ്ങനെയായിരുന്നു ഓണക്കാലത്തൊക്കെ? ഈ പറഞ്ഞ പോലെ പ്രത്യേകം ഗിഫ്റ്റ് തരിക, പുതിയ ഉടുപ്പ് മേടിക്കുക, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ? ഓണക്കോടിക്കുള്ള രൂപ തരും, അല്ലെങ്കിൽ മുത്തശ്ശനായിട്ട് വാങ്ങിച്ചു തരാറില്ല. നമുക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് തരികയാണ് ചെയ്യുക. അങ്ങനെ കിട്ടിയ ചെറുമക്കളാണെന്നുള്ളൊരു ഭാഗ്യം. ഞങ്ങൾ 3 പേരാണ്. ഒരു മുത്തശ്ശൻ എങ്ങനെയായിരിക്കും ചെറുമക്കളോട് അതുപോലെ തന്നെയാണ് വീട്ടില്. അപ്പം ഈ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ, ഒരു ചലച്ചിത്ര മേഖലയിലേക്ക് വരുമ്പോൾ വലിയൊരു ഉത്തരവാദിത്വമാണ് ഒരു ഗായിക എന്നുള്ള നിലയിൽ അല്ലെ. നമ്മുടെ ശബ്ദം കൊണ്ട് ആൾക്കാരെ പിടിച്ചിരുത്തണം, നമ്മുടെ ശബ്ദം ആൾക്കാരെ ശ്രദ്ധിക്കണം എന്നുള്ളത് വളരെ എന്താ പറയുക നമുക്ക് വളരെ സ്ട്രെയിൻ കൊടുക്കുന്ന കുറേ കാര്യങ്ങളാണ്. ഈ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും ബാലപാഠങ്ങൾ മുത്തശ്ശൻ പറഞ്ഞു തന്നിരുന്നോ? ഇല്ല, മുത്തശ്ശൻ അങ്ങനെ പാട്ടിന്റെ കാര്യത്തിൽ ഇപ്പൊ പാടുന്ന രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല. അത് വാക്കുകളും ഉച്ചരിക്കുന്നതൊക്കെ ഒരുപാട് നല്ലോണം ശ്രദ്ധിക്കണം. നമ്മൾ ഇപ്പോൾ കവിതയോ അല്ലെങ്കിൽ പാട്ടൊക്കെ പാടുമ്പോൾ ആ ഒരു സംഗീതത്തിൽ അതിൻ്റെ വാക്കുകളുടെ അർത്ഥം ആൾക്കാരിലേക്ക് എത്തുന്ന രീതിയിൽ വേണം നമ്മൾ എപ്പോഴും പാടാനും കവിത ചൊല്ലാനും. അത് മുങ്ങിപ്പോരുത്, ആ സംഗീതത്തിലും അത് മുങ്ങിപ്പോരുത് എന്നുള്ളത് മുത്തശ്ശൻ പറയുമായിരുന്നു. പിന്നെ പാടി വരുമ്പോഴൊക്കെ അല്ലെങ്കിൽ പാടുന്നതിന് മുമ്പ് ഏത് പാട്ടാ അതൊക്കെ പാടി കേൾപ്പിക്കുക. അപ്പോൾ ഉച്ചാരണം വളരെ ശ്രദ്ധിക്കുമായിരുന്നു മുത്തശ്ശൻ. പിന്നെ അച്ഛനാണ് പാട്ടിൻ്റെ കുറച്ചും കൂടി കൂടുതൽ അതിൻ്റെ പാട്ട്. ഇപ്പോൾ ഒരു പ്രോഗ്രാം വരുമ്പോൾ പഴയ പാട്ടിലും അങ്ങനെയൊക്കെ ആണെങ്കിൽ സെലക്ട് ചെയ്യാനും എല്ലാം സഹായിക്കും. അച്ഛൻ പാടും, നന്നായിട്ട് പാടും. പിന്നെ മ്യൂസിക് ഡയറക്ഷൻ ആണ് കൂടുതൽ ചെയ്യുന്നത്. അച്ഛൻ്റെ പാട്ട് സിനിമയിലും 2-3 സിനിമകളിലും പാടി. 2 സിനിമയിലും മുത്തശ്ശനാണ് എഴുതിയത്. ഒരു സിനിമ കളഭമഴ എന്നുള്ളൊരു സിനിമയായിരുന്നു. അത് മരിച്ചുപോയ സുകുമേനോൻ ഡയറക്ടറില്ലേ, അദ്ദേഹത്തിന്റെ സിനിമയായിരുന്നു അത്. പിന്നെ മൺസൂൺ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ, സുരേഷ് ഗോപാൽ, അതേ ടീമിന്റെ തന്നെ തുരുത്ത് എന്നുള്ള സിനിമയാണ്. അതെ, റിലീസായിട്ടില്ല. അതിന് അച്ഛനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ബിജു മുരളി എന്നുള്ള ഒരു അദ്ദേഹമാണ് ലിറിക്സ്. അതിനാണ് ഇപ്രാവശ്യത്തെ JC ഡാനിയൽ ഫൗണ്ടേഷന്റെ അതെ, ഈ ഓണത്തിന് ഒരു പ്രത്യേക സന്തോഷമുണ്ട്. അങ്ങനെ അച്ഛന്റെ സംഗീതത്തിൽ പാടിയ പാട്ടിനൊരു അവാർഡ് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. ഈ അപർണയെ സംബന്ധിച്ചിടത്തോളം വേറിട്ടൊരു ശബ്ദമാണ്. നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പുതിയ ഗായികമാരൊക്കെ ഗായകരും ഒക്കെ വരുന്നുണ്ടെങ്കിലും നമുക്ക് ചില ശബ്ദം നമ്മൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യും. അത്തരത്തിലൊരു വേറിട്ടൊരു ശബ്ദമാണ് അപർണയ്ക്ക് ഉള്ളത്. മെയ്ഡ് ഇൻ USA ആദ്യമായിട്ട് പാടുന്നത് അല്ലേ? ആ പാട്ടിന് 2 പേര് നമുക്കൊന്ന് പാടിയാലോ? തീർച്ചയായിട്ടും. അത് ഒരുപാട് പേര് എന്നോട് ഇപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടായിട്ട് പറയാറുണ്ട്. അതെ, പുന്നലിൻ കതിരല്ല, വിദ്യാസാഗർ സാറിന്റെ സംഗീതം. പുന്നെല്ലിൻ കതിരോല തുമ്പത്ത് പൂത്തുമ്പി പൊന്നൂയലാടുന്ന ചേലു കാണാൻ പുഴവക്കിൽ പൂക്കൈത കുളിർനില ചന്ദന കുറി
കാഴ്ച കാണാൻ എന്നിനി 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 പോകും നാം എൻ്റെ നെഞ്ചിൽ കുറുകുന്ന പൊൻപ്രാവേ പുന്നെല്ലിൻ കതിരോല തുമ്പത്ത് പൂത്തുമ്പി പൊന്നൂയലാടുന്ന ചേലു കാണാൻ പുഴവക്കിൽ പൂക്കൈത കുളിർനില ചന്ദന കുറിട്ടു നിൽക്കുന്ന കാഴ്ച കാണാൻ. ആ സിനിമയുടെ ആ രംഗം മനസ്സിലേക്ക് ഓടി വരുന്നത്. കാവേരി ചെറുതാവുമ്പോഴുള്ളതും നല്ല രസമുള്ള വിഷ്വൽസ്. ഈ പാട്ടിന് പറ്റിയ വിഷ്വൽസ് ആണ് അത്. ശരിക്കും പറഞ്ഞാൽ രാജീവ് അഞ്ചൽ അങ്കിളിന്റെ സിനിമയാണത്, മെയ്ഡ് ഇൻ USA. അത് കുറേ വർഷം മുമ്പ് കാവേരി ചെറുതായിരുന്നപ്പോൾ ഒരു ഡോക്യുമെന്ററിക്ക് വേണ്ടി എടുത്തു വെച്ച വിഷ്വൽസ് ആണ് അത്. പക്ഷെ അത് പിന്നീട് ഈ സിനിമയ്ക്ക് വേണ്ടി അത് ഈ പാട്ട് എഴുതി കഴിഞ്ഞിട്ടാണ് ഇതിന്റെ വിഷ്വൽസ് നോക്കുമ്പോൾ വളരെ മാച്ചിങ് ആയിരുന്നു. അപ്പൊ അങ്ങനെ എടുത്തതാണ്. അതിൽ കുറച്ച് വിഷ്വൽസ് അങ്ങനെ അത് നടക്കാതെ പോയ എന്തോ ഒരു ഡോക്യുമെന്ററി ആണ്. അപ്പൊ അത് അങ്ങനെ അതിലെടുത്തു. അപ്പൊ കാവേരി തന്നെയാണ് ഇതിൽ അഭിനയിക്കുന്നതും. അപ്പൊ അത് ഭയങ്കര ഒരു ഹിറ്റായ പാട്ടും കൂടി ആയിരുന്നല്ലോ. ഭയങ്കര ഹിറ്റായിരുന്നു ഇത്. ജയേട്ടനും ഇതിന്റെ മെയിൽ വേർഷൻ പാടിയിട്ടുണ്ട്. വളരെ ഹിറ്റായിരുന്നു ഈ പാട്ട്. ഇങ്ങനെ ഒരു നൊസ്റ്റാൾജിയ, അങ്ങനെ ഒരുപാട് പേർക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ആദ്യമായിട്ട് വെള്ളിത്തിരയിൽ പാടി നമ്മുടെ ശബ്ദം മെയിൻ സ്ക്രീനിൽ വരികയാണ്, ബിഗ് സ്ക്രീനിൽ വരികയാണ്. എങ്ങനെയായിരുന്നു ആ ഒരു നിമിഷം എന്ന് പറയുന്നത്? ഭയങ്കര തിയേറ്ററിൽ പോയാണോ സിനിമ കണ്ടത്? തിയേറ്ററിൽ പോയിട്ടാണ് കണ്ടത്. അതെ അതെ. ഞാൻ 12th പഠിക്കുമ്പോഴാണ് ഈ സിനിമ. മാധവന്റെ ഫസ്റ്റ്, അത് കഴിഞ്ഞ് പിന്നെ മലയാളത്തിൽ വന്നിട്ടില്ല. ആ മൂവിയാണ് മാധവന്റെ. എന്റെ 12th ബോർഡ് എക്സാമിന്റെ സമയത്താണ് ഈ ഒരു അവസരം വരുന്നത്. അതെ. അപ്പോ ആ എക്സാമിന്റെ ഇടയ്ക്കുള്ള സ്റ്റഡി ഹോളിഡേയ്സിൽ പോയിട്ടാണ്, ചെന്നൈയിൽ പോയിട്ട് ഞാൻ ബുക്സ് ഒക്കെ ആയിട്ട് പോയിട്ടാണ് ഈ പാട്ട് പാടുന്നത് വിദ്യാസാഗർ സാറിന്റെ സ്റ്റുഡിയോയിൽ. അപ്പൊ ആദ്യം മഹാഭാഗ്യ വിദ്യാസാഗറിന്റെ ഒരു പാട്ട് പാടുക എന്നുള്ളത്. ചിത്രചേച്ചിയൊക്കെ പറയാറല്ലേ, അത്രയും ഒരു ലെജൻഡ് ആയിട്ടുള്ള ഒരാളുടെ കീഴില് ചിത്രചേച്ചിക്ക് ഒരുപാട് ഹിറ്റ് വിദ്യാസാഗർ സാറിന്റെ. എത്ര നല്ല ഒരു ഭയങ്കര നല്ല മെലഡീസ് അല്ലേ വിദ്യാസാഗർ സാറിന്റെ. എങ്ങനെ ഇങ്ങനെ ഒരു ഓഫർ വരുന്നത്? ഓഫർ വരുന്നത് ശരിക്കും ഈ സിനിമ എടുത്ത ഞാൻ പറഞ്ഞു രാജീവ് അഞ്ചൽ അങ്കിള് ഞങ്ങളുടെ ഫാമിലി വളരെ അടുപ്പുള്ള ആളാണ്. അപ്പോൾ മുത്തശ്ശൻ ഏതൊക്കെ സിനിമയിൽ എഴുതും അതൊന്നും നമ്മൾ അങ്ങനെയൊന്നും ആലോചിക്കാറില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊന്നും ഈ സിനിമയിൽ പാടണമെന്ന് അങ്ങനെയൊന്നും ആലോചിച്ചിട്ടേ ഇല്ല. അപ്പോൾ യൂത്ത് ഫെസ്റ്റിവൽസിന് പാടും. അപ്പോൾ ചെറിയ കുട്ടിയാകുമ്പോൾ തൊട്ടേ പാട്ടിലുണ്ട്. TV പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ സിനിമയുടെ കാര്യമൊന്നും അങ്ങനെ ആലോചിച്ചിട്ടേ ഇല്ലായിരുന്നു. ഒരു ഫെബ്രുവരി എൻ്റെ ബർത്ത്ഡേയുടെ 2 ദിവസം മുമ്പ് ആ ഒരു സമയത്താണ് അമ്മയുടെ നാട് എറണാകുളമാണ്. അപ്പോൾ വളഞ്ഞമ്പലം അവിടെ ഞങ്ങൾക്കൊരു നേർച്ച പോലെ ഒരു ഭജൻ, ഒരു സെമി ക്ലാസിക്കൽ ഒരു കോൺസേർട്ട് പോലെ നേർന്നിരുന്നു. അപ്പോൾ ആ കോൺസേർട്ടിന് വേണ്ടി ഞാൻ എറണാകുളത്ത് നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ രാജീവ് അഞ്ചൽ അങ്കിള് എറണാകുളത്തേക്കാണ് വിളിക്കുന്നത്. അന്ന് ഈ ഇത്രയും മൊബൈലൊന്നും ഇങ്ങനെ ഇത്രയും ഒരുപാട് പോപ്പുലർ അല്ലല്ലോ. അപ്പോൾ അങ്കിള് വിളിച്ചിട്ട് പറഞ്ഞു ഇത് ഇങ്ങനൊരു ഇതുണ്ട്, ഒരു പാട്ടുണ്ട് മുത്തശ്ശൻ്റെ. അപ്പൊ നമുക്കറിയൊന്നുമില്ല മുത്തശ്ശൻ ഈ സിനിമയിൽ എഴുതാണെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ അറിയാതെയാണ് പോകുന്നത്. അല്ല, അറിയാതെന്ന് വെച്ചാൽ മുത്തശ്ശന്റെ വരികളാണ് ഈ പാട്ട്. പക്ഷെ മുത്തശ്ശന് ഈ സമയത്ത് ഈ സിനിമയ്ക്ക് വേണ്ടി എഴുതാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ മുത്തശ്ശന്റെ പാട്ട് തന്നെയാണ്. അപ്പോൾ വിദ്യാസാഗർ സാറിന്റെ മ്യൂസിക്കാണ്. അപ്പോൾ ഒന്ന് വന്ന് വോയിസ് ടെസ്റ്റിന് വന്ന് നോക്കും, നമുക്ക് നോക്കാം, സാറിന് ഇഷ്ടമാവുകയാണെങ്കിൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. വോയിസ് ടെസ്റ്റിന് വേണ്ടി പോയി. അപ്പോൾ സാറിൻ്റെ വരമഞ്ഞളാടി എന്നുള്ള പാട്ടാണ് ഞാൻ വോയിസ് ടെസ്റ്റിന് പാടിയത്. അത് കഴിഞ്ഞിട്ട് സാറിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ ട്രാക്ക് പോലെ അയച്ചു തന്നു പഠിക്കാനായിട്ട്. പിന്നെ സാറ് പറഞ്ഞൊരു ദിവസം ചെന്നൈയിലേക്ക് പിന്നെ പോയി. അങ്ങനെയാണ് റെക്കോർഡിംഗ് കഴിഞ്ഞത് അല്ലേ? വിദ്യാസാഗർ എങ്ങനെ നല്ലോണം പറഞ്ഞു തരും? എങ്ങനെയായിരുന്നു സാർ പഠിപ്പിക്കുന്നത്? നല്ലതായിട്ട്. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഒന്നാമത് ാണ് ഇത്രയും ഒരു ലെജൻഡ് മുമ്പിൽ എങ്ങനെയായിരിക്കും, സാറിന് ദേഷ്യം വരുമോ, സാറ് പറഞ്ഞ പോലെ എനിക്ക് പാടാൻ പറ്റിയില്ലെങ്കിൽ എന്തായിരിക്കും എന്നൊക്കെയുള്ള ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ സാറ് വളരെ നമ്മളെ കംഫർട്ടബിൾ ആക്കി, ഒരു ടെൻഷനും അടുപ്പിക്കാതെ അങ്ങനെ പറഞ്ഞു തന്നു. വളരെ പേഷ്യൻസ് ശരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ പിന്നെ തോന്നിയില്ല. അങ്ങനെ പാടി തുടങ്ങിയപ്പോഴേക്കും പിന്നെ സാറിൻ്റെ ആ ഒരു ഇത് വളരെ നന്നായിട്ട് അത് പോസിറ്റീവ് വൈബ് തന്നെ, വളരെ പോസിറ്റീവ് ഇതായിരുന്നു. അതെ. വലിയൊരു സ്ക്രീനിൽ പാടാൻ പറ്റി അല്ലെ, അതിന് വലിയൊരു ഭാഗ്യമാണ്. അത് ഹിറ്റ് ആവുക എന്നുള്ളത് അതിനൊക്കെ ഭാഗ്യമാണ്. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നു ഒരു ബ്രേക്ക് ആവുന്നത് മിഴികൾ സാക്ഷി എന്ന് പറഞ്ഞ സിനിമ. അതിനിടയ്ക്ക് ഏതെങ്കിലും പാടിയിട്ടുണ്ടായിരുന്നു? അതിന്റെ ഇടയ്ക്ക് കുറച്ച് സിനിമകൾ പാടിയിട്ടുണ്ടായിരുന്നു. MG രാധാകൃഷ്ണൻ സാറിന്റെ പാട്ട് പാടാൻ വലിയൊരു ഭാഗ്യം ഉണ്ടായി. അത് ഗിരീഷ് പുത്തഞ്ചേരി അങ്കിളാണ്, അദ്ദേഹം ആണ് എന്നെ സജസ്റ്റ് ചെയ്തത് ആ സിനിമയിലേക്ക്. അപ്പോൾ അങ്ങനെ MG രാധാകൃഷ്ണൻ സാറിന്റെ ഒരു സംഗീതത്തിൽ പാടി എന്നുള്ളൊരു വലിയൊരു ഭാഗ്യം ഉണ്ടായി.
പകൽ എന്നുള്ള സിനിമയായിരുന്നു. പകൽ പൃഥ്വിരാജും ഒക്കെ ഉള്ള ആ സിനിമയായിരുന്നു. ഇനിയുമെൻ പാട്ടിലേക്കിറ്റു വീഴുന്ന നിലവിൻ്റെ രാഗവും ദുഃഖം, ഇനിയുമെൻ പാട്ടിലേക്കിറ്റു വീഴുന്ന നിലവിൻ്റെ രാഗവും ദുഃഖം, ഇതൾവാടി വീഴുമെൻ മനസ്സിൻ്റെ പൂവിലേക്കിടറി വീഴുന്നതും ദുഃഖം, ഇതൾവാടി വീഴുമെൻ മനസ്സിൻ്റെ പൂവിലേക്കിടറി വീഴുന്നതും ദുഃഖം, ഇനിയുമെൻ പാട്ടിലേക്കിറ്റു വീഴുന്ന നിലവിൻ്റെ രാഗവും ദുഃഖം. വേറെ വേൾഡിലേക്ക് കൊണ്ടുപോകുന്ന ഭയങ്കര രസമാണ് ആ പാട്ട്. അതെ അതെ, നമുക്ക് രാത്രിയൊക്കെ കേട്ടിരിക്കാൻ അല്ലെങ്കിൽ വിഷാദം വരുമ്പോഴൊക്കെ കേൾക്കാൻ പറ്റിയൊരു പാട്ടാണ്. സാറിന്റെ പിന്നെ പറയണ്ടല്ലോ, എല്ലാ കോമ്പോസിഷൻസും വളരെ. അപ്പൊ അങ്ങനെ ഒരു പാട്ട് പാടിയിരുന്നു. പിന്നെ ചെറിയ ചെറിയ സിനിമകൾ, കോളേജ് കുമാർ, അങ്ങനെ അതിലൊക്കെ ചെറിയ 2-3 വരികളൊക്കെ ഉള്ളൂ, ഡുവറ്റ് ആയിരുന്നു. പിന്നെയാണ് ഒരു ബ്രേക്ക് വന്നത് മിഴികൾ സാക്ഷി എന്നുള്ള സിനിമയിലാണ്. ഭയങ്കര ഒരു ബ്രേക്ക് പോലെ തന്നെയായിരുന്നു. ദക്ഷിണാമൂർത്തി സ്വാമിയുടെ സംഗീതത്തില് മുത്തശ്ശന്റെ വരികളായിരുന്നു. എനിക്ക് തോന്നുന്നു അപർണയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യം മുത്തശ്ശന്റെ വരികളിൽ ആദ്യമായിട്ട് പാടുന്നു, മെയ്ഡ് ഇൻ USA പാടുന്നു അല്ലെ, അത് ബ്രേക്ക് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ മിഴികൾ സാക്ഷിയിൽ എത്തുമ്പോൾ അതെനിക്ക് തോന്നാറുണ്ട്, എനിക്ക് അങ്ങനെ കുറച്ച് നല്ല എന്താ പറയാ, കുറച്ച് ലെജൻസിന്റെ കൂടെ എനിക്ക് മ്യൂസിക്കിൽ പാടാൻ പറ്റി എന്നുള്ളത് അങ്ങനെ ഒരു ഭാഗ്യം എനിക്കൊരു കിട്ടിയിട്ടുണ്ട്. അതൊരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണാണ്. ഇപ്പൊ ദേവരാജൻ അപ്പൂപ്പന്റെ അവസാനം ചെയ്ത ആൽബത്തിൽ പാടാൻ പറ്റി. ഇപ്പൊ അദ്ദേഹം ചെയ്ത സിനിമകളിൽ എന്തായാലും എനിക്ക് പാടാൻ പറ്റില്ല, ആ സമയത്ത് ഞാനില്ല. അപ്പോൾ പക്ഷെ അദ്ദേഹം അവസാനമായിട്ടൊരു ആൽബം ചെയ്തതിൽ പാടാൻ പറ്റി. അപ്പൊ അദ്ദേഹത്തിന്റെ സംഗീതത്തിൽ പാടി എന്ന് എനിക്ക് പറയാം. ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികന്നി ഭവാബ്ധിക്കൊരു ആവിവൻ തോണി നിൻ പദം. ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികന്നി ഭവാബ്ധിക്കൊരു ആവിവൻ തോണി നിൻ പദം. അദ്ദേഹത്തിന്റെ ഏത് പാട്ട് നമുക്കൊരു പാട്ട് പാടാൻ സിനിമയിലും നല്ല ആൽബം ആണെങ്കിൽ പോലും അതൊരു മഹാഭാഗ്യാണ്. അത് വേറൊരു വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഇതിന്റെ റെക്കോർഡിംഗ് അനുഭവം എന്ന് പറയുന്നത് പഴയ രീതിയിൽ ലൈവായിട്ടുള്ള ഓർക്കസ്ട്ര വായിച്ചിട്ട് അങ്ങനെ പാടിയതാണ്. അപ്പൊ അത് ഇപ്പൊ പണ്ടൊക്കെ അങ്ങനെയാണല്ലോ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ, ഓർക്കസ്ട്ര വായിച്ചാൽ അങ്ങനെയാണല്ലോ സിംഗേഴ്സ്. അപ്പൊ ആദ്യം മുതൽ വായിക്കണം. ദേവരാജ് ആ രീതി തന്നെയാണ് ഫോളോ ചെയ്തത് അപ്പോഴും. ശരിക്കും ആ സമയത്തൊക്കെ നമുക്ക് അങ്ങനെ വേറെ രീതിയിൽ എടുക്കാം, പക്ഷെ അത് ആ രീതിയാണ് ഇഷ്ടം. അപ്പൊ അദ്ദേഹത്തിന്റെ പിന്നെ അങ്ങനെ നമുക്കൊന്നും ഇല്ല. അതിന്റെ രസം എന്ന് വെച്ചാല് എനിക്ക് ഇതേപോലെ ടെൻഷനായിരുന്നു, പക്ഷെ അപ്പൊ എന്റെ ടെൻഷനൊക്കെ അദ്ദേഹത്തിന് അറിയാം. അപ്പൊ ഇങ്ങനത്തെ ഒരു രീതി കൂടെ ആകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമ്മളിതിൽ ഒട്ടും നമുക്ക് പരിചയമില്ലാത്തൊരു സിസ്റ്റം ആണല്ലോ. ഞാൻ കാരണം തെറ്റി, ഓർക്കസ്ട്ര എല്ലാവരും ഇങ്ങനെ ഇരിക്കുക, അപ്പൊ ആദ്യം തൊട്ട് പിന്നെ എടുക്കണ്ടേ, അയ്യോ ഭയങ്കര ഇതായിരുന്നു. അപ്പൊ പറഞ്ഞു അല്ല കുഴപ്പമില്ല, നമുക്ക് കുറേ നമ്മളെ പാടിച്ച് നമ്മളെ നല്ലോണം തറവാക്കിയിട്ട് സ്റ്റുഡിയോയിലേക്ക് നമ്മൾ പോവുള്ളൂ. അപ്പൊ അതുകൊണ്ട് പാട്ട് നല്ല തറവായിരുന്നു ആ സമയത്ത്. അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ടിരുന്ന 2-3 ദിവസം പാടിപ്പിക്കലായിരുന്നു. പാടിപ്പിച്ച് ഒക്കെ ശരിയാക്കിയിട്ടാണ് സ്റ്റുഡിയോ റെക്കോർഡിങ് അതിലേക്ക് പോയത്. അപ്പൊ അങ്ങനെ അപ്പൊ നമുക്കൊരു വെറുതെ റിഹേഴ്സൽ നമുക്ക് നോക്കാം ഓർക്കസ്ട്ര വെച്ചിട്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ റിഹേഴ്സൽ എടുത്തു. അപ്പൊ അത് കഴിഞ്ഞപ്പോ പറഞ്ഞു ഇത് ടേക്ക് ആയിരുന്നു, ഇനി വന്നോളാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ റിഹേഴ്സൽ എന്ന് പറയുമ്പോഴേ അപ്പൊ നമ്മുടെ മനസ്സിലാ റിഹേഴ്സൽ അല്ലേ, അപ്പൊ നമ്മൾ ടെൻഷൻ ഇല്ലാതെ പാടും. അത് അദ്ദേഹത്തിന് നല്ലോണം അത് അങ്ങനെ അത് ചെയ്തു. കാരണം ടേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളിലൊരു ടെൻഷൻ വരും. അപ്പൊ നമുക്ക് ചിലപ്പോൾ അറിയണം കൂടി നമ്മൾ ചിലപ്പോൾ തെറ്റിക്കും. റിഹേഴ്സൽ എന്ന് പറഞ്ഞപ്പോ ആ ടെൻഷൻ ഇല്ലാത്തോണ്ട് നേരെ അങ്ങ് പാടി. അത് കഴിഞ്ഞപ്പോ പറഞ്ഞാ ഇനി വന്നോളൂ കഴിഞ്ഞു എന്ന് പറഞ്ഞു. പുതുതലമുറയിലെ ഗായിക എന്നുള്ള നിലയ്ക്ക് അതൊരു വലിയ ഭാഗ്യമാണ്. പലർക്കും ഈ ഒരു തലമുറയിലെ ആൾക്കാർക്ക് കിട്ടാത്തൊരു ഭാഗ്യമാണ്, പലരും ആഗ്രഹിക്കുന്നതാണ്. പിന്നെ അതും
അതെ, അദ്ദേഹത്തിൻ്റെ പല പരിപാടികളിലും ഇതുപോലെ പാടാൻ പറ്റി, നേരിട്ട് പഠിപ്പിച്ചിട്ട്. അദ്ദേഹം പല പരിപാടികൾ ആ സമയത്ത് കുറേ ഇവിടെ തിരുവനന്തപുരത്തും വർക്കല അങ്ങനെയൊക്കെ കുറേ സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. കുറേ വർഷം കൂടി കരമനയിലുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ സ്കൂൾ തിരിച്ചു വിട്ട് വന്നു കഴിഞ്ഞാൽ അച്ഛമ്മ എന്നെയും കൊണ്ട് അപ്പൂപ്പൻ്റെ അടുത്ത് പോകും. എന്നിട്ട് അവിടെ പോയിട്ട് പിന്നെ ചിലപ്പോൾ അദ്ദേഹം ഉറങ്ങുമായിരിക്കും. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യും. അപ്പോൾ എണീറ്റിട്ട് പിന്നെ പാട്ടുകൾ വെറുതെ പാടിക്കും. അപ്പോൾ എന്നോട് ചോദിക്കും പാട്ടൊക്കെ പഠിക്കുന്നുണ്ടോ. അപ്പോൾ ഞാനിങ്ങനെ ആ സമയത്തൊക്കെ കുറച്ച് ഉഴപ്പായിരുന്നു പാട്ടിങ്ങനെ. എന്നുവെച്ചാൽ സ്കൂളിൻ്റെ പഠിത്തം എല്ലാം കൂടി ആകുമ്പോൾ നമ്മളിങ്ങനെ പാട്ട് അങ്ങനെ ഒരു കരിയർ എന്നൊന്നും അപ്പോഴൊന്നും ആലോചിച്ചിട്ടില്ല. അപ്പോൾ എന്നോട് പറയാം, നീ ഇങ്ങനെയൊന്നും പോരാ, പഠിച്ചാൽ ഇങ്ങനെയൊന്നും പോരാ, ഉഴപ്പരുത്, പഠിക്കണം, കഴിവുണ്ട്, ടേസ്റ്റ് ഉണ്ട്, അപ്പോൾ അതൊരിക്കലും കളയരുത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറയായിരുന്നു. അതെ അതെ, ഭയങ്കര. അതെ അതെ. അപ്പോൾ ആ ഒരു വാത്സല്യം, മുത്തശ്ശനോടുള്ള ആ ഒരു അടുപ്പം കൊണ്ട് എന്നോട് ഒരു കൊച്ചുമോൾ എന്നുള്ള ഒരു വാത്സല്യം എന്നോട് എപ്പോഴും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ്. മുത്തശ്ശനെ പോലെ എഴുത്തില് ഒരു കൈ കടത്തി നോക്കിയിട്ടുണ്ടോ? എഴുത്തില് ചെറുതായിരുന്നപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും ചെയ്യാറില്ല. ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഇതേപോലെ നമുക്കിങ്ങനെ നമ്മൾ നോക്കുമ്പോൾ മുത്തശ്ശൻ എപ്പോഴും ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നു മുറിയിൽ. അപ്പോൾ എനിക്കിങ്ങനെ എഴുതി നോക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട്, ഇപ്പോൾ 8-10 വയസ്സൊക്കെ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഇതേപോലെ ഞാൻ എടുത്തിട്ട് കവിത, ഓരോ പൂക്കൾ അല്ലെങ്കിൽ പൂമ്പാറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പേരൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഓരോ കവിതകളൊക്കെ ഒരു 5-6 വരിയോ അല്ലെങ്കിൽ 7-8 വരിയൊക്കെ എഴുതിയിട്ട് അത് എന്നിട്ട് ആദ്യം മുത്തശ്ശനാണ് കൊണ്ട് കാണിക്കുന്നത് എങ്ങനെയുണ്ടെന്ന് കാണിക്കാൻ. അപ്പം മുത്തശ്ശൻ പക്ഷെ അത് ഒട്ടും നമ്മളെ വളരെ എന്താ പറയുക, ഒട്ടുമില്ല. അത് മുത്തശ്ശൻ നോക്കിയിട്ട് ഈ വാക്കിന് പകരം ചിലപ്പോൾ ഇതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ കാര്യമായിട്ട് എനിക്കിത് പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ മുത്തശ്ശൻ തീർച്ചയായിട്ടും ഒരു സർവകലാശാലയാണ്. ഭാഷാജ്ഞാനം ഒരുപാട് നമുക്ക് വികസിക്കാനും കൂടി പറ്റിയിട്ടുണ്ടാവും അല്ലേ? ഞാനിങ്ങനെ വെറുതെ തോന്നുന്ന പോലെ എഴുതുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ മുത്തശ്ശൻ അങ്ങനെ അത് ഒട്ടും അതിന് വളരെ ആ ഒരു സീരിയസ് ആയിട്ട് തന്നെ നമ്മളോട് വളരെ എൻകറേജ് ചെയ്താണ് സംസാരിച്ചിരുന്നത്. അങ്ങനെ ഒരു കളിയാക്കി ഒന്നും ചെയ്തിട്ടില്ല. സാറിന് എത്രയോ പാട്ടുകൾ അല്ലെ, നമുക്ക് മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത എത്രയോ അനശ്വരങ്ങളായ ഗാനങ്ങളാണ് മലയാള സിനിമാ ശാഖയ്ക്ക് സമ്മാനിച്ചിട്ടുള്ളത്. മുത്തശ്ശന് ഏതെങ്കിലും ഗാനം ചോദിച്ചു കഴിഞ്ഞാൽ പാടായിരിക്കും എനിക്ക് ഇന്നതാണ് ഇഷ്ടം എന്നുള്ളത്. എന്നാലും സിനിമയിൽ ചെയ്തതിൽ അപർണ എപ്പോഴും മൂളുന്ന ഒരു പാട്ട് മുത്തശ്ശന്റെ ഏതായിരിക്കും? ശരദിന്ദു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. ശരദിന്ദു മലർദീപനാളം നീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതി മീട്ടി ഇതുവരെ കാണാത്ത കരയിലേക്കോ ഇനി ഒരു ജന്മത്തിൻ കടവിലേക്കോ മധുരമായി പാടി വിളിക്കുന്നു ആരോ, മധുരമായി പാടി വിളിക്കുന്നു. ശരദിന്ദു മലർദീപനാളം നീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതി മീട്ടി. എങ്ങനെയാ വർണ്ണിക്കുക നമ്മൾ ഈ പാട്ടൊക്കെ അല്ലേ? ശരിക്കും എങ്ങനെ എഴുതുന്നു എന്നുള്ളതാണ്. നമുക്ക് ഓരോ ആ പഴയ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെയാ വേറൊരു ലോകത്തേക്ക് എത്തും നമ്മള്. എപ്പോഴും ഈ പാട്ട് എനിക്ക് പ്രത്യേകിച്ച് എപ്പോ കേട്ടാലും വേറൊരു ഭയങ്കര മൂഡാണ് ആ പാട്ടിന്. മുത്തശ്ശന്റെ ഓർമ്മകൾ പറയുമ്പോൾ എപ്പോഴും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും അല്ലെ? മുത്തശ്ശന്റെ വാത്സല്യത്തെ കുറിച്ചിട്ട് പറയാനാണെങ്കിലും അങ്ങനെ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും. മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും മുത്തശ്ശനായിട്ടുള്ള അനുഭവം ഉണ്ടോ? അങ്ങനെ വെച്ചാൽ നമ്മളെപ്പോഴും മുത്തശ്ശന്റെ കൂടെയാണ്, അതുകൊണ്ടല്ല. അതെ, അങ്ങനെ ഒരു പ്രത്യേകമായിട്ടൊരു അനുഭവം ഒന്നും ഇല്ല. ഇപ്പൊ ആദ്യമായിട്ട് സ്റ്റേജിൽ പാടിയപ്പോഴൊക്കെ മുത്തശ്ശൻ ചെറിയ കുട്ടിയാണ്, 12 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ ഓർക്കസ്ട്രയുടെ കൂടെ ഒരു സിനിമ പാട്ട് വിമൻസ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരുന്നു. മുത്തശ്ശൻ്റെ അവിടുന്ന് റിട്ടയർ ചെയ്യുന്ന ആ ഫംഗ്ഷനായിരുന്നു. അപ്പോൾ മഴവിൽക്കൊടി കാവടി അതായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു ആ പാട്ട് പാടി കഴിഞ്ഞ് മുത്തശ്ശൻ നന്നായി എന്ന് പറഞ്ഞതും അങ്ങനെയൊക്കെ. പിന്നെ അല്ലാതെ മുത്തശ്ശനായിട്ട് ഇപ്പം എല്ലാം നമുക്ക് നല്ല വളരെ ഇതായിട്ടുള്ള ഓർമ്മകൾ മാത്രമല്ല. ഇപ്പം മുത്തശ്ശൻ കൊച്ചുമോൾ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ വഴക്കൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് മറക്കാത്ത കാര്യങ്ങൾ തന്നെയാണ്. ചിലപ്പോൾ പിണങ്ങി ഇരുന്നിട്ടുണ്ട്, ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും ചിലപ്പോൾ ദേഷ്യം വന്നിട്ട് ഞാൻ മിണ്ടാതെ ഇരുന്നിട്ടുണ്ട്. പിന്നെ പോയിട്ട് ഞാൻ സോറി പറയും. അങ്ങനെയൊക്കെയുള്ള കുറേ ഓർമ്മകളുണ്ട്. ഇപ്പോൾ അറിയാം, ഒരു വലിയൊരു വീട്ടിൽ നിന്നാണ് പോകുന്നത് അല്ലെ? ഈ ഒരു സിനിമ ലോകത്തേക്ക് വരുമ്പോൾ ഒരുപാട് നമുക്കറിയാം, നമ്മൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം കൂടുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മളിൽ നിന്നൊരു തെറ്റ് വരരുത്, പാടുമ്പോൾ പോലും അത്രയും ശ്രദ്ധിച്ചു പാടണം. കാരണം നമ്മുടെ മുത്തശ്ശൻ
ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ടും അല്ലെ നമുക്ക് വളരെ ഒരു ടെൻഷൻ ഒക്കെ ആയിരിക്കും. ഇതിനൊക്കെ ഓവർകം ചെയ്യാനായിട്ട് ആരെങ്കിലും ഒക്കെ ടിപ്സ് പറഞ്ഞു തരികയോ അല്ലെങ്കിൽ അങ്ങനെ അടുത്ത ഈ ഫീൽഡിലുള്ള ഇൻഡസ്ട്രിയിൽ പാട്ടുകാർ ആരൊക്കെയാണ് അടുത്ത കൂട്ടുകാരായിട്ടുള്ളത്? ഇൻഡസ്ട്രിയിൽ എനിക്ക് അങ്ങനെ അടുത്ത ഫ്രണ്ട്സ് ഒന്നുമില്ല. എല്ലാവരും നല്ല അങ്ങനെ ഒരു എല്ലാവരുമായിട്ടും നല്ല ടേംസിലാണ്, നല്ല ഫ്രണ്ട്സാണ്. വളരെ ക്ലോസ് ഫ്രണ്ട്സ് എന്ന് പറയാൻ എനിക്ക് എൻ്റെ സ്കൂളിലെയും കോളേജിലൊക്കെ ഫ്രണ്ട്സ് തന്നെയാണ് അങ്ങനെ ഉള്ളത്. എൻ്റെ ഒരു വളരെ ചുരുക്കം 1-2 ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്, അവരോടൊക്കെയാണ് ഞാൻ അങ്ങനെ കൂടുതൽ മനസ്സ് തുറക്കാറുള്ളത്. ഓക്കെ, ഗുരുക്കന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ പഠിച്ചത് അച്ഛൻ്റെ കീഴിലാണോ ആദ്യം തുടങ്ങിയത് പാട്ട് പഠിക്കുന്നത്? പാട്ട് പഠിച്ചു തുടങ്ങിയത് ഓമനക്കുട്ടി ടീച്ചറുടെ അടുത്താണ്. പിന്നെ ടീച്ചറുടെ സണ്ണിൻലോ ആലപ്പുഴ ശ്രീകുമാർ സാറിൻ്റെ അടുത്തായിരുന്നു പിന്നെ കുറേ വർഷം. അതെ, ഹരിശങ്കറിൻ്റെ അച്ഛൻ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് ഡൽഹിയിലെ ഒരു 1.5 വർഷം 2 വർഷത്തോളം ഡൽഹിയിലായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ ആ സമയത്ത് അവിടെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, ഒരു ഹേമ സീസൺ, നല്ല ഹിന്ദുസ്ഥാനി പഠിപ്പിക്കുമായിരുന്നു, നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ കുറച്ച് നാൾ ഹിന്ദുസ്ഥാനി ഫയസ് ഖാൻ സാറിൻ്റെ അടുത്തും അഭദ്ര ടീച്ചറുടെ അടുത്തും കുറച്ച് നാൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ തിരിച്ചു വന്നിട്ടാണ് ബിന്നി കൃഷ്ണകുമാർ, ബിന്നി ചേച്ചിയും കൃഷ്ണകുമാർ സാറിൻ്റെ അടുത്ത് ഇപ്പോഴും ഞങ്ങളൊരു 4-5 പേര് സാറിൻ്റെ കൂടെ ഒരു ഓൺലൈൻ ബാച്ചായിട്ട് സാർ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴും ഉണ്ട്. അതെ, ശ്വേതയൊക്കെ ഉണ്ട് ആ ബാച്ചിൽ. പിന്നെ അതെ 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 പിന്നെ ജയറാം സാറിൻ്റെ അടുത്ത്, വർക്കല ജയറാം സാറിൻ്റെ അടുത്ത് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, നേരിട്ട് പോയി പഠിക്കുന്നത്. സാർ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഈ കോവിഡിൻ്റെ ഇതൊക്കെ ആയിട്ട് കുറച്ച് നാളായിട്ട് ക്ലാസ് ഇടയ്ക്ക് വല്ല ഓൺലൈൻ ക്ലാസ് അങ്ങനെ ഉണ്ടാവും. അത്രേ ഉള്ളൂ. ഓണം നമുക്ക് ഓണപ്പാട്ടില്ലാതെ ഒരു ആഘോഷമില്ലല്ലോ. ഓർമ്മകളിലെ ഓണത്തില് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതാണ്? തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായേ ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായേ ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. ഓണത്തിന്റെ എത്ര മനോഹരമായ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. ഇപ്പൊ ആൽബം സോങ്, സിനിമാ പാട്ടിൽ മാത്രമല്ല, നല്ല ചില ആൽബം സോങ്സ് ഒക്കെ ഉണ്ടല്ലോ. നല്ല ഒരുപാട് നല്ല ഓണം എന്ന് പറയുമ്പോ അതിന്റെ കൂടെ ഈ ഓണപ്പാട്ടുകളും നമുക്ക് ഒരുപാട് നല്ല പ്രിയപ്പെട്ട ഓണം വന്നു തന്നെ അറിയുന്നത് ഈ ഓണപ്പാട്ടുകൾ. അതെ അതെ. ഇപ്പൊ പുതിയതായിട്ട് ഏത് സിനിമയിലാണ് പാടിയിരിക്കണേ? പുതിയതായിട്ടുള്ളതാണ് ഇപ്പൊ ഇറങ്ങാൻ പോകുന്നതാണ് ആ തുരുത്ത് എന്നുള്ള അവാർഡ് കിട്ടിയത്. അതല്ലാതെ ചില ഈ കോവിഡ് സമയത്തൊക്കെ ചില പ്രോജക്ട്സ് ഒക്കെ സംസാരിച്ചു വെച്ചു, പക്ഷെ അതിങ്ങനെ പിന്നെ ഇപ്പൊ ഒക്കെ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ, നീണ്ടുപോയിട്ട് അതിന്റെ ഒക്കെ. ഇപ്പൊ എല്ലാവരും വെറൈറ്റി ശബ്ദമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ പല ഗായകന്മാരും ഒക്കെ വന്നിട്ട് ഒരു പാട്ട് അല്ലെങ്കിൽ 2 പാട്ട് പാടി പോകുന്നു. അവര് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അവരുടെ ശബ്ദം കേൾക്കുന്നില്ല. പലരും പാടുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സിംഗേഴ്സ് ഉണ്ട്, അതാണ് ഒരു കാരണം. റിയാലിറ്റി ഷോയിലും അങ്ങനെയൊക്കെ വരുന്നവര് അങ്ങനെ കുറെ സിംഗേഴ്സ് ശരിക്കും ഒരുപാട് പേരുണ്ട്. ചിത്ര ചേച്ചി, സുധാ ചേച്ചി ഒക്കെ പാടുന്ന സമയത്ത് അല്ലെ നമുക്ക് ടീച്ചറൊക്കെ പാടുമ്പോൾ നമുക്കറിയാം അവരുടെ വോയിസ്. അന്ന് കുറച്ച് സിംഗേഴ്സേ ഉള്ളൂ അങ്ങനെ ആ ഒരു ഫിലിം ഇതിലേക്ക്. അപ്പോൾ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ടല്ലോ ഇപ്പോഴത്തെ സിംഗേഴ്സിനൊക്കെ. ഇപ്പോൾ സോഷ്യൽ മീഡിയ തന്നെ ഒരുപാട് ശ്രദ്ധിക്കപ്പെടുന്ന ഒരുപാട് സിംഗേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പ്ലാറ്റ്ഫോംസ് ഒരുപാടുള്ളപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് സിംഗേഴ്സ് ആകുമ്പോഴും നമുക്ക് ചിലപ്പോൾ എല്ലാ
മാത്തിരിപ്പൂ മണമുള്ള മാത്തിരിപ്പൂ. പറയാൻ വാക്കുകളില്ല സത്യത്തില്. നമുക്കിത് ഈ പാട്ട് കേൾക്കുമ്പോൾ സുകുമാരി അമ്മയുടെ മുഖവും ആ ഒരു വിളക്ക് കൊളുത്തുന്നതും ഒക്കെ ഭയങ്കര നല്ല വിഷ്വൽസ് ആണ്. അറിയിക്കാൻ പറ്റാത്ത ആ ഒരു ഈ പാട്ട് ഭയങ്കര ഹിറ്റായിരുന്നു അല്ലെ. ഒരു വല്ലാത്തൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പാട്ടും കൂടി. അത് ഇത്രയും ആൾക്കാരുടെ മനസ്സിൽ ആ പാട്ട് ഉണ്ട് എന്നുള്ളത് ആ സമയത്ത് ഞാൻ ശരിക്കും അറിഞ്ഞിരുന്നില്ല. കാരണം അന്നൊന്നും ഈ ഇങ്ങനെ സോഷ്യൽ മീഡിയ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പൊ നമുക്ക് തന്നെ നമ്മുടെ പാട്ട് പ്രൊമോട്ട് ചെയ്യാൻ ഇപ്പൊ ഒരുപാട് വഴികളുണ്ട്. അന്നൊന്നും അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ ഈ FM-ലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കേൾക്കുന്ന ആ ഒരു രീതികൾ. അപ്പോൾ ഇത്രയും ആൾക്കാരുടെ ഇഷ്ടമാണെന്നുള്ളത് പിന്നെയാണ് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് പിന്നെ ആൾക്കാരിങ്ങനെ ചിലവരുടെ വിചാരിച്ചത് ചിത്ര ചേച്ചിയാണ് പാടിയെന്ന്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. എന്നാലും പക്ഷെ ഞാനാണ് പാടിയെന്ന് ചിലവർക്ക് അറിയില്ല. അപ്പോൾ അതൊരു സങ്കടം തോന്നാറുണ്ട്. പക്ഷെ എന്നാലും ഇപ്പോൾ ഒരുപാട് പേർക്ക് അറിയാം. അപ്പോൾ എല്ലാവരും ഒരുപാട് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ള പാട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. വരികൾ മുത്തശ്ശനാണ്. മുത്തശ്ശന്റെ വരികളാണ്. ദക്ഷിണാമൂർത്തി 20 വർഷം കഴിഞ്ഞ് സിനിമയിലേക്ക് തിരിച്ചു വന്നപ്പോൾ ചെയ്ത സിനിമയാണ് മിഴികൾ സാക്ഷി. അതെ. അപ്പോൾ മുത്തശ്ശന്റെ വരികളിൽ പാടുമ്പോഴാണ് എപ്പോഴും നല്ല നല്ല പാട്ടുകൾ വന്നിട്ടുള്ളത് അല്ലെ. മെയ്ഡ് ഇൻ USA, അതുപോലെ ഈ പറഞ്ഞ മിഴികൾ സാക്ഷി, ഇതൊക്കെ ഈ പാട്ട് പാടിക്കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞിട്ടാണ് അപർണ തിരിച്ചറിയുന്നത് അല്ലെ. ഇത്രയും ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. ഇപ്പൊ പുന്നലിനും മഞ്ജുതരയാണ് ശരിക്കും എൻ്റെ ഈ രണ്ട് പാട്ടിലാണ് ആൾക്കാരുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് തങ്ങി നിൽക്കുന്ന പാട്ടുകൾ. അപ്പോൾ അത് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. ഇത്രയും ഇപ്പോൾ പുന്നലിനൊക്കെ ശരിക്കും ഒരു 10-15 വർഷമായി ഞാൻ. അപ്പോൾ ഇപ്പോഴും ആൾക്കാരുടെ അത് മനസ്സിലുണ്ടെന്നുള്ളതൊരു വലിയ കാര്യം തന്നെ. എത്രയോ പാട്ടുകൾ ഇറങ്ങുന്നു. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു സന്തോഷം തരുന്ന കാര്യമാണ്. ആൽബം സോങ്സ് പാടിയിട്ടുണ്ട്. പിന്നെ നാടകങ്ങളിൽ KPSCയുടെയും ഒക്കെ പാടിയിട്ടുണ്ട്. നാടകങ്ങൾ കാളിദാസ കലാകേന്ദ്രം. അങ്ങനെ നാടകഗാനങ്ങൾ പാടുമ്പോൾ എങ്ങനെയാണ്? നമ്മുടെ സിനിമ പാട്ട് പോലെ അല്ലല്ലോ നാടകഗാനങ്ങൾ പാടുമ്പോൾ അല്ലെ. കുറച്ചൊരു ഓപ്പൺ ത്രോട്ടിൽ അങ്ങനെയൊന്നുമില്ല. ഓരോ പാട്ടിന്റെ അനുസരിച്ചിരിക്കും. അർജുന മാസ്റ്ററാണ് ഒരുപാട് ഞാൻ പാടിയിട്ടുണ്ട് നാടകഗാനങ്ങൾ. അതും ഒരു വലിയ അദ്ദേഹത്തിന്റെ ആ ഒരു ലെജൻഡിന്റെ സംഗീതം. അദ്ദേഹം ഭയങ്കര രസമാണ് നാടകഗാനങ്ങൾ അദ്ദേഹം ചെയ്യുന്ന ചില പാട്ടുകളൊക്കെ. നമുക്ക് തോന്നും ഇത് സിനിമയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ഹിറ്റായേനെന്നൊക്കെ തോന്നുന്ന കുറേ പാട്ടുകളുണ്ട്. അത് ഈ നാടകങ്ങൾ ശരിക്കും യൂട്യൂബിലൊന്നും ഇപ്പൊ ഒന്നും ഈ നാടകഗാനങ്ങൾ അങ്ങനെ യൂട്യൂബിൽ അവർക്ക് ഇനി വരാൻ പോകുന്നു പറയുന്നു. പക്ഷെ എന്നാലും അങ്ങനെ കുറെ പാട്ടുകളുണ്ട്. കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ആകാശവാണിയാണ്. അപ്പോ നമുക്ക് എന്നുവെച്ചാൽ ഈ നാടകങ്ങൾ കഴിഞ്ഞിട്ടേ പിന്നെ ആൾക്കാർ എത്ര ഓർത്തിരിക്കും നമുക്ക് അറിയില്ല. അപ്പോൾ എനിക്ക് പിന്നെ ഒരു ഭാഗ്യം കേരള സംഗീത നാടക അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് നാടകഗാനത്തിന്. അത് എൻ്റെ ഉപ്പൂപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്നുള്ള നാടകം കൃതി ഈ നോവൽ നാടകമാക്കിയപ്പോൾ KPSCയുടെ നാടകമായിരുന്നു അത്. മുത്തശ്ശന്റെ വരികൾ തന്നെയാണ്. അർജുന മാഷിന്റെ സംഗീതമാണ്. അപ്പൊ അതിന് 2016 ആ വർഷത്തെ അവാർഡ് ഉണ്ടായിരുന്നു. കണ്ണാടി കവിളത്ത് പാക്യത്തിൻ മറുകുള്ള കൺമണിയാം കുഞ്ഞു പാത്തുമ്മ, ആനമക്കാരിൻ്റെ പുന്നാരമോളുടെ പുന്നാരമോളാം കുഞ്ഞു പാത്തുമ്മ,
കണ്ണാടി കവിളത്ത് പാക്കത്തിൻ മറുകുള്ള കൺമണിയാം കുഞ്ഞു പാത്തുമ്മ ആനമക്കാരിൻ്റെ പുന്നാരമോളുടെ പുന്നാരമോളാം കുഞ്ഞു പാത്തുമ്മ. അങ്ങനെ ഒരു രസമാണ് അത്. അങ്ങനെ ഒരു ടൈപ്പ് ഒരു പാട്ടാണ് അത്. അത് നല്ല രസമായിരുന്നു. ഹസ്ബൻഡ് സിദ്ധാർത്ഥ് മീഡിയ കൺസൾട്ടൻ്റ് ആയിട്ട് റഷ്യ ടുഡേ എന്നുള്ള ഒരു മീഡിയ കമ്പനി ഉണ്ട്, ന്യൂസ് ചാനൽ RT.com എന്നൊക്കെ ഉണ്ട്, അതിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് വർക്ക് ചെയ്യുന്നത്, ട്രിവാൻഡ്രത്ത് നിന്ന് വർക്ക് ഫ്രം ഹോമാണ്. എനിക്ക് 2 പേരുണ്ട്, 2 കുട്ടികളാണ്. മോൻ്റെ പേര് ഗൗതം, രണ്ടാമത്തെ മോള് ലയ. പിന്നെ എന്താ മോന് ഇപ്പം 5ാം ക്ലാസ്സിൽ, മോൾക്ക് ഇപ്പം ജസ്റ്റ് പ്ലേ സ്കൂളിൽ തുടങ്ങി. പാട്ട് പഠിപ്പിക്കുന്നുണ്ടോ? പാട്ട് അങ്ങനെ പഠിപ്പിച്ചത് മോൾക്കായിട്ടില്ല, പക്ഷെ മോൾക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ട്. അവളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ അവളുടെ ഓൺ ഇതിലൊക്കെ ഇങ്ങനെ മ്യൂസിക് ചിലപ്പോൾ നമ്മളോട് എന്തെങ്കിലും പറയുന്നതൊക്കെ വേണ്ടാന്നൊക്കെയുള്ള ചിലപ്പോൾ ട്യൂൺ ഇട്ടിട്ടൊക്കെ പറയും അങ്ങനെ. അപ്പൊ അങ്ങനെ കുറച്ചുകൂടി കഴിയുമ്പോൾ പഠിപ്പിച്ചു തുടങ്ങണം. മോന് പിന്നെ ടേസ്റ്റ് ഉണ്ട് പാട്ട്. സ്കൂളിലൊക്കെ അവൻ കൊയറിലും പിന്നെ അല്ലാതെ പരിപാടിക്കൊക്കെ ചിലപ്പോൾ പാടും, പക്ഷെ കൂടുതൽ ഇംഗ്ലീഷ് സോങ്സ് ആണ് കൂടുതൽ പാടുന്നത്. പക്ഷെ അത് വേഗം പഠിച്ചു പാടുന്നുണ്ട്, എല്ലാം പാട്ടുണ്ട്. ഈ മറ്റുള്ള ഗായികമാരുടെ പാട്ടൊക്കെ കേൾക്കാറുണ്ടോ? അവര് പ്രാക്ടീസ് ചെയ്ത് നോക്കാറുണ്ടോ? അല്ല, അങ്ങനെ നമ്മള് ഇമിറ്റേറ്റ് ചെയ്യാൻ അവർ പാടിയ പാട്ടുകളുടെ സംഗതികളൊക്കെ നമുക്ക് വഴങ്ങുമെന്നുള്ളത്. നമ്മളങ്ങനെ ഇപ്പൊ പ്രോഗ്രാംസിന് വേണ്ടിയാണെങ്കിൽ നമ്മൾ പലരുടെയും പല പാട്ടുകളും പാടേണ്ടി വരുമല്ലോ. അപ്പൊ അങ്ങനെ പല സിംഗേഴ്സിന്റെ ഒക്കെ നമ്മൾ എടുത്ത് ഇപ്പൊ പല പല സ്റ്റൈലും എല്ലാം, അപ്പൊ അതൊരു ആസ് എ സിംഗർ നമുക്ക് എല്ലാം ഒരു ലേണിംഗ് തന്നെയാണല്ലോ. അതെ, അത് പഴയകാല ഗായികമാരിൽ എല്ലാവരും അല്ലെ ലെജൻഡ്സ് ആയിരുന്നു. അതെ, തീർച്ചയായിട്ടും. ലീലാമയാണെങ്കിലും സുശീലാമയാണെങ്കിലും എല്ലാവർക്കും വേറിട്ടൊരു ശബ്ദവും വേറിട്ട രീതിയും. ഭാഷ ഗായികമാരായിട്ട് ഇത്രയും കറക്റ്റ് ആയിട്ട് ഭാഷ കൈകാര്യം ചെയ്യുന്നു, അതൊരു അത്ഭുതം തന്നെയാണ്. അത് പഴയകാല ഗായികമാരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായിക ആരായിരിക്കും? എനിക്ക് കൂടുതൽ പാട്ടുകൾ പാടുന്നപ്പോൾ ഒരാളായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയില്ല. ഞാൻ ഇപ്പോൾ ജാനകിയമ്മയുടെയും സുശീലാമ്മയുടെ ഒക്കെ ഞാൻ ഇവർ രണ്ടുപേരുടെയാണ് പഴയ ഇപ്പോൾ പാട്ടുകൾ. ഫീമെയിൽ സോങ്സ് ചോദിക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരാണ് കൂടുതൽ സ്റ്റേജിൽ പാടിയിട്ടുള്ളത്. ആണ് സ്റ്റേജിൽ പഴയ പാട്ടുകൾ പാടിയിരിക്കണേ. പിന്നെ അല്ലാതെ വാണിയമ്മയുടെ ഒക്കെയും പാടിയിട്ടുണ്ട്, മാധുര്യമ്മ, പി ലീലാമ്മ ഒക്കെ. മാധുര്യമ്മയുടെ ഇന്നെനിക്ക് പൊട്ടുകുത്താൻ സന്ധ്യകൾ ചാലിച്ച് സിന്ദൂരം, ഇന്നെനിക്ക് കണ്ണെഴുതാൻ മിന്നിലെ നക്ഷത്ര മഷിക്കൂട്, ഇന്നെനിക്ക് പൊട്ടുകുത്താൻ സന്ധ്യകൾ ചാലിച്ച് സിന്ദൂരം, ഇന്നെനിക്ക് കണ്ണെഴുതാൻ മിന്നിലെ നക്ഷത്ര മഷിക്കൂട്. ഈ പുതുതലമുറയിലേക്ക് നമ്മുടെ ചിത്രചേച്ചിയൊക്കെ അവരുടെ കാലം കഴിഞ്ഞിട്ടാണല്ലോ ചിത്രചേച്ചിയൊക്കെ എൻട്രി ആവുന്നത്. ഒരുപാട് ചേച്ചിയൊക്കെ ഇഷ്ടംപോലെ പാട്ടില്ല. ടീച്ചറൊക്കെ കുറച്ച് പാട്ടുകളെ പാടിയിട്ടുള്ളെങ്കിലും നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന പാട്ടുകളാണ് ടീച്ചർ പാടിയതാണെങ്കിലും. ഇപ്പൊ ചിത്രചേച്ചിയുടെ പരിപാടിയായിരുന്നു കമുകര ഫൗണ്ടേഷൻ. ഒരുപാട് ചിത്രചേച്ചിയുടെ പാട്ടിൽ വെച്ചിട്ടുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ നമ്മൾ ലിസ്റ്റ് എടുക്കുമ്പോഴാണ് ഏത് പാട്ട് ചിത്രചേച്ചിയുടെ പാടും എന്നുള്ളതായിരുന്നു ഭയങ്കര അതൊരു ടാസ്ക് ആയിരുന്നു. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഏതെടുത്താലും നമുക്കിങ്ങനെ കാണുമ്പോൾ നമുക്ക് എല്ലാം പാടാൻ തോന്നും, അത്രയും നല്ല പാട്ടുകളാണല്ലോ. ചേച്ചി വളരെ നല്ല അടുപ്പാണ്. ഇപ്പം മുത്തശ്ശൻ ഉണ്ടായിരുന്നപ്പോൾ ഒക്കെ ഇവിടെ വരുമ്പോഴൊക്കെ തിരുവനന്തപുരത്ത് വരുമ്പോഴൊക്കെ കാണാൻ വരുമായിരുന്നു. പിന്നെ ഇപ്പോഴും ഇടയ്ക്ക് മെസ്സേജൊക്കെ അയക്കും, ഇങ്ങനെ എന്തെങ്കിലും ഇതേപോലെയൊക്കെ വരുമ്പോൾ അഭിനന്ദനങ്ങൾ അറിയിക്കുകയും അല്ലെങ്കിൽ പാട്ട് ഞാൻ എൻ്റെയൊക്കെ അയച്ചു കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ ഒക്കെ റെസ്പോണ്ട് നന്നായി എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ നല്ല അടുപ്പാണ്. പൂവേണോ പൂവേണോ തേനൂറും നിന്നീണം കാതോർത്തു ഞാൻ കൈനീട്ടി ഞാൻ ഏതോ പൂവും തേടി. പൂവേണോ പൂവേണോ തേനൂറും
അത് ഒരു ഒട്ടും എളുപ്പമല്ല പാട്ട്. രവീന്ദ്ര മാസ്റ്റർ ഇങ്ങനെ സംഗതികൾ ഇങ്ങനെ, പക്ഷെ ഭയങ്കര രസമാണ് പാട്ട് കേൾക്കാൻ. നല്ല മുത്തശ്ശന്റെ വരികളാണ്. ദേശാടന കിളി കരയാറില്ല സിനിമയിലാണ്. ഈ ഫിലിം സോങ്സും കർണാട്ടിക് മ്യൂസിക്കും കൂടി എന്തെങ്കിലുമൊക്കെ ഈ പറയുമ്പോൾ നമുക്ക് അത് അടിസ്ഥാന ബേസ് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ടോ കർണാട്ടിക് പഠിക്കുന്നത് കൊണ്ട്? തോന്നിയിട്ടുള്ളത് കർണാട്ടിക് മ്യൂസിക് നമ്മൾ പഠിച്ചപ്പോൾ അത് നമുക്ക് അതേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റില്ലെങ്കിലും, ഇപ്പൊ സിനിമ പാട്ടിൽ പാടുന്നത് ആ ഒരു സ്റ്റൈലാണല്ലോ. പക്ഷെ എന്നാലും ചില സംഗതികൾ ഇപ്പോൾ കർണാട്ടിക് മ്യൂസിക്കിലുള്ളത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കുമ്പോൾ അങ്ങനെ നമ്മുടെ തൊണ്ട ഇങ്ങനെ ഓരോന്നിലും വഴങ്ങുകയാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട് കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ ഇപ്പോൾ കർണാട്ടിക് മ്യൂസിക് പഠിക്കാതെയും ഇഷ്ടംപോലെ നല്ല സിംഗേഴ്സ്, ഇപ്പോൾ SPB സാറൊന്നും അങ്ങനെ ഒരുപാട് കർണാട്ടിക് അങ്ങനെ, അതെ ജാനകിയമ്മയൊക്കെ നമ്മുടെ മുമ്പിലുള്ള എക്സാമ്പിൾസ് ആണ്. അപ്പോൾ അങ്ങനെ അതിൽ ഒരു അത് പഠിച്ചാലേ പാടാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. ജാനകിയമ്മയുടെ ഏതെങ്കിലും ഒരു പാട്ട് പാടിയല്ലോ നമുക്ക്? കേൾക്കുമ്പോൾ നമുക്ക് വളരെ നിസ്സാരം തോന്നുമെങ്കിലും അയ്യോ സംഗതികൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഗായികമാരുടെ പാട്ട് എടുത്ത് പാടുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു സ്ട്രെയിൻ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. അതുപോലെ അപർണ ഗസലും അസാധ്യമായിട്ട് പാടുന്ന എനിക്കറിയാം. ഗസൽ പാടാൻ എന്തൊരു പാടാണ്. അതെ, പാട് തന്നെയാണ്. പ്രത്യേകിച്ച് വേറൊരു ഭാഷയാണ്. അപ്പം നമ്മൾ അതിൻ്റെ അർത്ഥം അത് അതിൻ്റെ വരികളൊക്കെ നോക്കി മനസ്സിലാക്കി അത് ആ ഒരു ഉൾക്കൊണ്ട് വേണമല്ലോ പാടാനൊക്കെ. അപ്പോൾ ആ ഒരു ഗസലിൻ്റെ സ്റ്റൈലും വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ചാലഞ്ച് തന്നെയാണ്. സൂര്യ ഫെസ്റ്റിവലിൽ ഞാനൊരു 4 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു ഭാഗ്യമാണ്. കൃഷ്ണമൂർത്തി സാറ് തന്നൊരു വലിയൊരു ഭാഗ്യമാണത്. നമുക്ക് ആജ് ജാനെ की जिद ना करो, आज जाने की जिद ना करो, हाय मर जाएंगे हम तो लुट जाएंगे, हाय मर जाएंगे हम तो लुट जाएंगे, ऐसी बातें किया ना करो, आज जाने की जिद ना करो, आज जाने की जिद ना करो, यूं ही पहलू में बैठे रहो, यूं ही पहलू में बैठे रहो, आज जाने की जिद ना करो, आज जाने की जिद ना करो.
കേരളത്തിൽ മാത്രമാണോ സ്റ്റേജ് ഷോസിന് പോകാറുള്ളത്, പുറത്തും പോകാറുണ്ട്? പുറത്തും പോകാറുണ്ട്. ഇപ്പോൾ ബഹ്റിനിലൊരു പരിപാടി ഉണ്ടായിരുന്നു, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്നതേ ഉള്ളൂ. ഇപ്പൊ അല്ല, ഈ കോവിഡ് ആയിട്ടെല്ലാം ഇതായിട്ട് ഇരിക്കുകയായിരുന്നല്ലോ. ഇപ്പൊ ഇങ്ങനെ പതുക്കെ പതുക്കെ പ്രോഗ്രാംസ് ഒക്കെ വരുന്നുണ്ട്. ഓണത്തിന് എന്തൊക്കെയാണ് ഓണവിശേഷങ്ങൾ? നമ്മളൊന്നും പറഞ്ഞില്ല. എന്താണ് ഓണത്തിന്റെ തിരക്കൊക്കെ? ഓണവിശേഷമല്ല, ഒക്കെ ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. ഓണത്തിന് മിക്കവാറും വീട്ടിലൊന്നും അങ്ങനെ ഞാൻ പാട്ട് എന്താ പറയാ, അതിലേക്ക് സീരിയസ് ആയി കരിയറായി തുടങ്ങിയപ്പോൾ തൊട്ട് പിന്നെ ഓണത്തിനൊന്നും ഞാൻ മിക്കവാറും വീട്ടിലുണ്ടാവാറില്ല. പക്ഷെ പരിപാടികളായിരിക്കും ഓണം ഇവിടെ രണ്ടത്തൊക്കെ തന്നെയായിരിക്കും. ഓണപരിപാടികൾ വലിയ വളരെ ഗംഭീരമായിട്ടാണല്ലോ ഇവിടെ നടത്താറുള്ളത്, നിശാഗന്ധിയിലും. അതെ, അപ്പൊ അങ്ങനത്തെ പ്രോഗ്രാംസും അങ്ങനെയൊക്കെ ആയിട്ട് കൂടുതൽ സമയവും ഈ പരിപാടികളും വേദികളിലും ഒക്കെ ആയിരിക്കും ഓണത്തിന്. അപ്പൊ ഒരു പാട്ട് കൂടി കേട്ടാലോ നമുക്ക്? പൂവേണം പൂപ്പട വേണം പൂവിളി വേണം പൂണാരം ചാർത്തിയ കന്നിപ്പൂമകൾ വേണം കുന്നത്തെ കാവിൽ നിന്നും തേവര് താഴെ എഴുന്നള്ളുന്നേ ഓലോലം മഞ്ചൽ മൂളിപ്പോരുന്നുണ്ടേ മൂളിപ്പോരുന്നുണ്ടേ പൂവേണം പൂപ്പട വേണം പൂവിളി വേണം പൂണാരം ചാർത്തിയ കന്നിപ്പൂമകൾ വേണം. ഇതൊക്കെ പാടുമ്പോൾ നമുക്ക് എന്താ മനസ്സിന് ഒരു സന്തോഷമാണ്. അതെ, അങ്ങനത്തെ. അതുപോലെ തന്നെ ലതിക ടീച്ചർ പാടിയ ഒരുപാട് പാട്ടുകൾ. ലതിക ടീച്ചറാണ് ഇതിനകത്ത് ഫീമെയിൽ വേർഷൻ അല്ല, ഇത് ഡുവറ്റ് ആണ്. ദാസേട്ടനും ലതിക ടീച്ചറും കൂടി ആണുള്ള ഡുവറ്റ് ആണത്. അതെ, ലതിക ടീച്ചറിന്റെ വേറൊരു പാട്ട് കാതോട് കാതോരത്തിലെ പാട്ട് ഓർമ്മയുണ്ടോ? കാതോടു കാതോരം തേൻചോരുമാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷു പക്ഷി പോലെ കാതോടു കാതോരം തേൻചോരുമാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷു പക്ഷി പോലെ. നന്നായിരിക്കുന്നു. എങ്ങനെ ടീച്ചറായിട്ടൊക്കെ വലിയ ബന്ധമുണ്ടോ, അടുപ്പമുണ്ടോ? ടീച്ചറായിട്ട് പരിപാടികളൊക്കെ പോകുമ്പോൾ കാണും. അങ്ങനെ കുറച്ച് പാട്ടുകളെ പാടിയിട്ടുള്ളതെങ്കിലും പാടിയതെല്ലാം ഹിറ്റ് പാട്ടുകളാണ് ടീച്ചറെ സംബന്ധിച്ചല്ലേ. അതുപോലെ അരുന്ധതി ടീച്ചർ ഒരുപാട് നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഈ പറഞ്ഞ കുറച്ച് പാട്ടുകളാണ് അവരൊക്കെ വന്ന് പാടിയിട്ടുണ്ടെങ്കിലും അതൊക്കെ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്. അരുന്ധതി ടീച്ചർ പാടിയ മേടപ്പൊന്നണിയും ആ പാട്ടിന് രണ്ടുപേരും ഒന്ന് പാടാം. മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയായി പീലിക്കാവുകളിൽ താലപ്പൂപ്പുലിയായി മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയായി പീലിക്കാവുകളിൽ താലപ്പൂപ്പുലിയായി തങ്കത്തേരിലേറും കുളിരന്റെ താരകങ്ങൾ വരവർണ്ണ ദീപരാജിയായി മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയായി പീലിക്കാവുകളിൽ താലപ്പൂപ്പുലിയായി. ആ ഓർമ്മകളല്ലേ, പാട്ടോർമ്മകളിലേക്ക് പോകുമ്പോൾ പാടാൻ തുടങ്ങി പറഞ്ഞ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. നമുക്കിങ്ങനെ രസമാണ് പാടിക്കൊണ്ടിരിക്കാൻ. വേറെ മറ്റെന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങളൊക്കെ? പുതിയ വിശേഷം തന്നെയാണ് ഈ അവാർഡാണ് പുതിയ വിശേഷം. ഈ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം, അതിന്റെ കൂടെ പാട്ട് കൊണ്ടുപോകണം, ഹസ്ബൻഡിന്റെ കാര്യം നോക്കണം, എല്ലാം കൂടെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഇപ്പൊ ഞാനിപ്പോ എൻ്റെ അമ്മയും അച്ഛനും ഇവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് അറിയാറില്ല. അവരുടെ വളരെ ഭയങ്കര സപ്പോർട്ടാണ്. അമ്മ ജോലി ചെയ്യുന്നുണ്ട്, മുത്തൂറ്റിലാണ്. അച്ഛൻ റിട്ടയർ ചെയ്തു 2 വർഷമായി. പക്ഷെ എന്നാലും എനിക്ക് എൻ്റെ പാട്ടിൻ്റെ കാര്യങ്ങൾക്ക് ഇപ്പോൾ സിദ്ധാർത്ഥ ആണെങ്കിലും അങ്ങനെ സിദ്ധാർത്ഥൻ്റെ കാര്യങ്ങൾ സിദ്ധാർത്ഥൻ അങ്ങനെ ഞാനിപ്പോൾ ചെയ്തു അങ്ങനെയുള്ള ഒരാളല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ഭയങ്കര സപ്പോർട്ടീവാണ്. സിദ്ധാർത്ഥൻ്റെ വീട്ടുകാരാണെങ്കിലും അമ്മയും അച്ഛനും ഒക്കെയും ഭയങ്കര സപ്പോർട്ടീവാണ്. അപ്പോൾ എനിക്കങ്ങനെ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ തോന്നിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഇപ്പൊ അനീഷ് ചോദിക്കുമ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. കുട്ടികളുടെ കാര്യത്തിൽ ഓഫ്കോഴ്സ് അതുണ്ട്, ശരിയാണ്. ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും ദൂരെയൊക്കെ പോകുമ്പോൾ ഇപ്പൊ ചെറിയ മോന്റെ കാര്യങ്ങൾ നോക്കാറായി, കുഴപ്പമില്ല. മോള് ചെറുതാണല്ലോ, 3 വയസ്സല്ലേ ഉള്ളൂ. അപ്പൊ അത് ഞാൻ മോളെ അമ്മയെ ഒക്കെ ഏൽപ്പിച്ചിട്ടാണ് പോവുക. അവള് കുറച്ച് യൂസ്ഡ് ആണ് ഇപ്പോൾ ഞാനങ്ങനെ മാറി നിൽക്കുന്നതൊക്കെ. അമ്മ പാട്ടിന് പോയി എന്നൊക്കെ ഉള്ളത് അറിയാം. കുറച്ച് വിഷമമുണ്ട്, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് സുശീലാമ്മയുടെ ഒരു പാട്ട് പാടാം. പഴയ ഗായകന്മാരുടെ നമ്മൾ കുറെ ഓൾമോസ്റ്റ് എല്ലാവരും പാടി. സുശീലാമ്മയുടെയും പീലിയുടെയും ഒരു പാട്ട് പാടാം നമുക്ക് അല്ലേ? ഒന്നാം തുമ്പി നീ ഓടിവാ, പൊന്നും തേനും നീ കൊണ്ടുവാ, ഉണ്ണിച്ചൊടിയിൽ പൊൻപൂവിടർത്തും ഉണ്ണിക്കിനാവിൻ സംഗീതമായി വാ,
ഒന്നാം തുമ്പി നീ ഓടിവാ, പൊന്നും തേനും നീ കൊണ്ടുവാ, ഉണ്ണിച്ചുടിയിൽ പൊൻപൂവിടർത്തും ഉണ്ണിക്കിനാവിൻ സംഗീതമായി വാ. ഒന്നാം തുമ്പി നീ ഓടിവാ, പൊന്നും തേനും നീ കൊണ്ടുവാ. സലിതയുടെ അതെ 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 വല്ലാത്തൊരു music. അതെ, നല്ല രസമൊക്കെ. ഓണസദ്യ ഇഷ്ടമാണോ കഴിക്കാൻ? സത്യം പറഞ്ഞ സദ്യകളോട് എനിക്ക് വലിയ താല്പര്യമില്ലാത്ത ആളാണ്. കഴിക്കും കുറച്ച്. അല്ല, എനിക്ക് വീട്ടിലുണ്ടാക്കുന്ന എനിക്കിങ്ങനെ ഒരുപാട് വിഭവങ്ങള് കുറച്ച് വിഭവങ്ങളാണ് ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് വീട്ടിലത്തെ സദ്യ വീട്ടിലുണ്ടാക്കുന്ന ഇപ്പൊ കുറച്ച് കാര്യങ്ങളില്ല, അതൊക്കെ ഇഷ്ടമാണ്. സദ്യ ഇലയിൽ അങ്ങനെ ഇപ്പൊ പായസം, രസം, പിന്നെ എന്തെങ്കിലും ഒരു തോരനോ, ഒരു മെഴുക്കുവരട്ടി, അവിയല്, പപ്പടം, പിക്കിൾ, അങ്ങനെ അത്രയൊക്കെ മതി. പിന്നെ കുറേ ഇങ്ങനെ നമ്മൾ കല്യാണത്തിനൊക്കെ ഇങ്ങനെ ഒരുപാട് വിഭവങ്ങൾ വിളമ്പില്ല, അത് ഇങ്ങനെ എന്തോ എനിക്കത് കുറെ കാണുമ്പോ അങ്ങനെ കഴിക്കാൻ കുറച്ച്. വേറൊരു പാട്ട് പാടിയാലോ? കന്നി നീലാവത്ത് കസ്തൂരി പൂശുന്ന കൈതേ കൈതേ കൈനാരേ, കൈയിലിരിക്കണ പൂമണമിത്തിരി കാറ്റിൻ്റെ കയ്യിൽ കൊടുത്താട്ടെ, കാറ്റിൻ്റെ കയ്യിൽ കൊടുത്താട്ടെ. കന്നി നീലാവത്ത് കസ്തൂരി പൂശുന്ന കൈതേ കൈതേ കൈനാരേ. എത്ര നല്ല നല്ല പാട്ടുകൾ, നമുക്ക് ആ പാട്ടുകളാണ്. അതെ, നമുക്ക് എത്ര കേട്ടാലും അല്ലേ മതി വരില്ല. ഒരുപാട് പാട്ടോർമ്മകളും ഓണവിശേഷങ്ങളുമായിട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ സമയം പോയത് അറിഞ്ഞില്ല. വളരെ നല്ലൊരു കോൺവെർസേഷൻ ആയിരുന്നു. ഓണവിശേഷങ്ങളും ഓണപ്പാട്ടുകളൊക്കെ ആയിട്ട് നല്ല അത്രയും നല്ല പാട്ടുകൾ പാടിത്തന്നു പ്രേക്ഷകർ അത്രയേറെ സന്തോഷിപ്പിച്ചു. ഒരുപാട് നന്ദി അറിയിക്കണം അപർണയ്ക്ക്. ഇനിയും ജീവിതയാത്രയിൽ ഒരുപാട് ഒരുപാട് നല്ല പാട്ടുകൾ പാടാൻ സാധിക്കട്ടെ. മികച്ച സംഗീത സംവിധായകനോടൊപ്പം വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഭഗവാൻ തരട്ടെ. ഇനിയുള്ള പാട്ട് ജീവിതം തീർത്തും ധന്യമായി തീരാൻ സർവേശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഒരുപാട് നല്ലൊരു കുറേ വിശേഷങ്ങളും ഓർമ്മകളും എല്ലാം പങ്കുവെക്കാൻ കഴിഞ്ഞു. വളരെ നല്ല ഇതേപോലെ സമയം പോയത് അറിഞ്ഞില്ല. അനീഷ് പറഞ്ഞത് ശരിയാണ്. മീഡിയ പ്ലസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. താങ്ക് യു. താങ്ക് യു.